2020 നമുക്ക് കുറേ നല്ല ഇരുചക്ര വാഹനങ്ങളെ കാണാൻ പറ്റി. റോയൽ എൻഫീൽഡിൻ്റെ മീറ്റിയോർ 350, ഹോണ്ട ഹൈനസ് EB 350, ഹോണ്ടയുടെ തന്നെ പുതിയതായ ഹോർനെറ്റ്, പിന്നെ ഹീറോയുടെ എക്സ്ട്രീം 160R, KTM അഡ്വഞ്ചർ 250, BMW G310 GSഉം G310ഉം അപ്ഡേറ്റഡ്, പിന്നെ ഈ അടുത്തിറങ്ങിയ ഏപ്രിലിയ SXR 160. ഇതുകൂടാതെ തന്നെ കുറേ ബൈക്കുകളും സ്കൂട്ടറുകളും ഇറങ്ങേണ്ട ഒരു വർഷം തന്നെയായിരുന്നു 2020. പക്ഷേ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പല വണ്ടികളുടെയും ലോഞ്ചുകൾ മാറ്റിവെക്കേണ്ടി വന്നു. 2021 ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് വണ്ടികളെ നമുക്ക് നോക്കാം. ബൈക്കെഞ്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോയൽ എൻഫീൽഡിൻ്റെ ലൈനപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. റോയൽ എൻഫീൽഡ് ഈ ഇടയ്ക്ക് അവരുടെ മീറ്റിയോർ 350 ഇറക്കിയായിരുന്നു. 2021 ക്ലാസിക് 350യുടെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മീറ്റിയോർ 350ൽ കണ്ട അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ക്ലാസിക് 350നെ ഇവർ കൊണ്ടുവരാൻ പോകുന്നത്. 349cc എയർ ഓയിൽ കൂൾഡ് എഞ്ചിനായിരിക്കും അതിൽ വരിക. 20.2 bhp പവറും 27 Nm ടോർക്കും തരുന്ന ഒരു എഞ്ചിൻ നമുക്ക് പ്രതീക്ഷിക്കാം. ABS വിത്ത് ഡുവൽ ഡിസ്ക് ബ്രേക്ക് സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അനലോഗ് സ്പീഡോമീറ്റർ കൺസോളും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ട്രിപ്പർ നാവിഗേഷനും ആ കൺസോളിൻ്റെ സ്പൈ പിക്ചേഴ്സിൽ നമുക്ക് കാണാം. അടുത്തത് നമ്മൾ സ്പൈ ഷോട്ടൊക്കെ നോക്കുമ്പോൾ വന്നതാണ് ഇൻ്റർസെപ്റ്റർ 350 എന്നുള്ള മോഡൽ. 100 350 എന്നുള്ള ഒരു നെയിം ടാഗിലായിരിക്കും ആ വണ്ടി. ഇൻ്റർസെപ്റ്ററിൻ്റെ രൂപത്തിലാണ് വണ്ടി നിർമ്മിക്കുന്നതെങ്കിലും മിക്ക പാർട്സും മീറ്റിയോർന്ന് കടമെടുത്ത് ഇൻ്റർസെപ്റ്ററിൽ വെച്ച ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇൻ്റർസെപ്റ്റർ 650ലെ പാരലൽ ട്വിൻ മാറ്റി ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനായിരിക്കും നമ്മുടെ പുതിയ 100 350ൽ വരിക. അടുത്തത് നമ്മൾ സ്പൈ പിക്ചേഴ്സിൽ കണ്ടത് റോയൽ എൻഫീൽഡിൻ്റെ റോഡ്സ്റ്റർ 650 എന്നുള്ള ഒരു മോഡലാണ്. ഒരു പാരലൽ ട്വിൻ 650cc എയർ ഓയിൽ കൂൾഡ് എഞ്ചിൻ നമുക്കതിൽ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ 47.6 PS പവറും 52 Nm ടോർക്കും അതേപോലെ തന്നെ 6 സ്പീഡ് ഗിയർ ബോക്സും സ്ലിപ്പർ ക്ലച്ചും കുറച്ചും കൂടി ഇമ്പ്രൂവൈസ്ഡ് ആയ ഡബിൾ ക്രാഡിൽ ഫ്രെയിമോട് കൂടിയ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആവുക. റോയൽ എൻഫീൽഡിൻ്റെ സീരീസിൽ ആദ്യമായി ഇൻവേർട്ടഡ് ഫ്രണ്ട് ഫോർക്ക് നമുക്ക് ഈ ഒരു ബൈക്കിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പൈ പിക്സിൽ ഒരു 3.5 ലക്ഷം എക്സ്ഷോറും പ്രൈസ് റേഞ്ചിലാവാം ഇത് വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹോണ്ടയുടെ സൈഡിൽ നിന്ന് നമുക്ക് അടുത്ത കൊല്ലം പ്രതീക്ഷിക്കാവുന്ന മോഡൽസ് ഹോണ്ട CBR 300Rഉം പിന്നെ ഹോണ്ടയുടെ CB 650Rഉം ആയിരിക്കും. CBR 300Rൽ ഒരു ലിക്വിഡ് കൂൾഡ് DOHC 4 വോൾട്ട് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. 30.4 bhp പീക്ക് പവറും 27.1 Nm പീക്ക് ടോർക്കും തരുന്ന ഒരു എഞ്ചിൻ. ഒരു 3 lakh എക്സ്ഷോറും പ്രതീക്ഷിക്കാം. CB 650R ഒരു 650cc ലിക്വിഡ് കൂൾഡ് 4 സിലിണ്ടർ എഞ്ചിനാണ്. 82.8 bhp മാക്സിമം പവറും 60 Nm മാക്സിമം ടോർക്കും വരുന്നൊരു എഞ്ചിൻ. ഒരു പ്രൈസ് ഒരു 7.3 to 8 lakh എക്സ്ഷോറും നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. 2021 സുസുക്കിയുടെ പുതിയ V-Strom 250 വരാനുള്ള സാധ്യതയുണ്ട്. ജിക്സർ 250യുടെ അതേ എഞ്ചിനോട് കൂടി ഒരു അഡ്വഞ്ചർ ബൈക്ക് ആണ് ഈ V-Strom 250യിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അഡ്വഞ്ചർ ബൈക്കുകളോടുള്ള താല്പര്യം നമ്മൾ ഈ ഇടയ്ക്ക് നന്നായി കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സുസുക്കി അടുത്ത കൊല്ലം V-Strom 250 ഇറക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ TVS Zeppelin ആണ്. 2020 നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷേ ഒരു അപ്ഡേറ്റും വന്നില്ല. 2021 ഈ ഒരു വണ്ടി ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2018 ഓട്ടോ എക്സ്പോയിൽ ഇറക്കിയ TVS Zeppelinൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു 220cc ലിക്വിഡ് കൂൾഡ് മോട്ടറാണ്. എഞ്ചിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്ററും നമ്മൾ കണ്ടു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1200 വാട്ട് റീജനറേറ്റീവ് അസിസ്റ്റ് മോട്ടറും 48 വോൾട്ട് ലിഥിയം അയൺ ബാറ്ററിയും കണ്ടു. ഇതെല്ലാം ഈ വണ്ടിയുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ ക്ലാസ് ലീഡിംഗ് ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് ഈ വണ്ടിയിൽ പ്രതീക്ഷിക്കാം. കോസ്മെറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ ഒരു ഗോൾഡ് പെയിൻറ്റഡ് അപ്സൈഡ് ഡൗൺ ഫോക്സ് നമ്മൾ കണ്ടു. പിന്നെ all LED ലൈറ്റിംഗ് ആണ്. പിന്നെ ഓൺലൈൻ കണക്ടിവിറ്റി ഇതൊക്കെ നമുക്ക് ആ വണ്ടിയിൽ കാണാൻ കഴിഞ്ഞു. വണ്ടിയിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ആക്ഷൻ ക്യാമറ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് പ്രൊഡക്ഷൻ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഫീച്ചേഴ്സും ഒക്കെ വരുമോ നമുക്ക് നോക്കാം. ഡോമിനാർ 400 ഇപ്പോൾ നിൽക്കുന്ന പവർ ക്രൂസർ എന്ന സെഗ്മെൻറ്റിലായിരിക്കും TVS Zeppelinൻ്റെ എൻട്രി ഉണ്ടാവുക. KTMൻ്റെ പുതിയ അപ്ഡേറ്റഡ് RC200ഉം RC390ഉം അടുത്ത കൊല്ലം നമുക്ക് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. സ്പൈ പിക്ചേഴ്സും ഫാക്ടറിയിൽ നിന്നുള്ള പിക്ചേഴ്സൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ കണ്ടായിരുന്നു. എഞ്ചിൻ്റെ ഭാഗത്തും അതിൻ്റെ വണ്ടിയുടെ സ്പെക്കിൻ്റെ ഭാഗത്തൊന്നും ഒരു ഡിഫറൻസും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോസ്മെറ്റിക് ചേഞ്ചസ് ആയ ഫ്രണ്ടിലുള്ള ഹെഡ്ലൈറ്റിൻ്റെ അസംബ്ലി നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ LED ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. LED ടേൺ സിഗ്നൽസൊക്കെ ഫെയറിങ്ങിൽ തന്നെ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അടുത്തത് യമഹേൻ്റെ ലൈനപ്പ് എടുത്ത് നോക്കുമ്പോൾ BS6 അപ്ഡേറ്റോട് കൂടിയുള്ള R3 നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ നേക്കഡ് വെർഷനായ MT-03യും പിന്നെ മോസ്റ്റ് അവൈറ്റഡ് XSR 155 നമ്മൾ 2 കൊല്ലമായിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു XSR 155 ഇറങ്ങുമോ ഇല്ലയോ എന്ന്. അങ്ങനെ കുറേ വീഡിയോയും കുറേ ബ്ലോഗും നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ 2021 നമുക്ക് ആ വണ്ടി ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. യമഹ XSR ബിഗർ വേർഷൻസ് ആയ 700ഉം 900ഉം ഉൾക്കൊള്ളുന്ന ഒരു ഡിസൈനോട് കൂടിയ വണ്ടിയാണ് XSR 155. ഈ ഒരു റെട്രോ ലുക്ക് തന്നെയാണ് ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ്. ഹെഡ്ലാമ്പും ടെയിൽ ലാമ്പും ഒക്കെ all LED ആണ്. R15 V3യിലും MT-15ലും വരുന്ന അതേ ഡെൽറ്റ ബോക്സ് ഫ്രെയിമിൽ തന്നെയായിരിക്കും ഈ വണ്ടി നമുക്ക് അവൈലബിൾ ആവുക. എഞ്ചിൻ്റെ ഭാഗത്തും രണ്ടിലും ഒരു വ്യത്യാസമില്ല.
ഈ ഒരു റെട്രോ ഡിസൈനാണ് ഈ XSR 155 മെയിനായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അടുത്തത് നമുക്ക് ഹുസ്ക്വാർണയുടെ റേഞ്ചിലേക്ക് വരുമ്പോൾ വിറ്റ് പില്ലൻ, സ്വാട്ട് പില്ലൻ്റെ 400 വെർഷൻസും 200 വെർഷൻസും ഒക്കെ വരുന്നതായിരിക്കും. എഞ്ചിൻ്റെ കാര്യത്തിൽ എടുത്ത് നോക്കുമ്പോൾ ഡ്യൂക്ക് 390ൻ്റെ അതേ എഞ്ചിൻ തന്നെയായിരിക്കും വിറ്റ് പില്ലനും സ്വാട്ട് പില്ലനും 400ലും വരിക. 200 ഭാഗത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ ഡ്യൂക്ക് 200ൻ്റെ അതേ എഞ്ചിൻ തന്നെയായിരിക്കും ഈ രണ്ട് ഹുസ്ക്വാർണ മോട്ടോർ സൈക്കിൾസിലും വരിക. പിന്നെ അടുത്ത ഒരു മെയിനായിട്ടുള്ള ലോഞ്ചാണ് ഏപ്രിലിയയുടെ ഭാഗത്തുനിന്ന്. ഏപ്രിലിയ പുതിയ RS 150, അതായത് R15 V3യുടെ സെഗ്മെൻറ്റിലേക്ക് ഒരു പുതിയ കോമ്പറ്റീറ്ററിനെ ഏപ്രിലിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. RS 150 എന്ന് പറഞ്ഞൊരു മോഡലോടുകൂടി. അതിൻ്റെ തന്നെ കുറച്ച് ഫെയറിംഗ് എലമെൻറ്റ് റിമൂവ് ആക്കിയൊരു വെർഷൻ ട്യൂണോ 115 നമുക്ക് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയൊക്കെയാണ് 2021 നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മോട്ടോർ സൈക്കിൾ ലോഞ്ചുകൾ. കൂടുതൽ ഏതെങ്കിലും മോട്ടോർ സൈക്കിൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അപ്പോൾ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ഫ്രം ബൈക്കെൻജിൻ.